നമസ്കാരം, ഞാൻ ഡോക്ടർ SV പ്രവീൺ. നിങ്ങളുടെ ഡോക്ടർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാർട്ടിൽ വാൽവുകളുണ്ട്, നമുക്കറിയാം. ഹാർട്ടിൽ പ്രധാനമായിട്ടും 4 വാൽവുകളാണുള്ളത്. ഈ 4 വാൽവുകളുടെയും പ്രധാന ജോലി എന്ന് പറയുന്നത് ഹാർട്ടിലെ ഈ 4 അറകളും അതുപോലെ ഈ അറകളും പ്രധാന രക്തക്കൊഴലുകൾ, അതായത് ഇടത് സൈഡിൽ അയോർട്ട എന്ന് പറയും, വലത് സൈഡിൽ പൾമറി ആർട്ടറി എന്ന് പറയും, ഇവ തമ്മിലുള്ള രക്തയോട്ടം സുഗമമാക്കി ഒരേ ദിശയിൽ മാത്രം രക്തയോട്ടം അനുവദിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഇടത് സൈഡിലെ പ്രധാനപ്പെട്ട വാൽവുകളാണ് മൈട്രൽ വാൽവും അയോർട്ടിക് വാൽവും. ഈ അയോർട്ടിക് വാൽവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്ന ഇടത് സൈഡിലെ പ്രധാന അറയും അയോർട്ട എന്ന് പറയുന്ന പ്രധാന രക്തക്കൊഴലും തമ്മിലുള്ള ആ ഗ്യാപ്പിലാണ് ഉള്ളത്. ഇതിന്റെ ജോലി എന്ന് പറയുന്നത് രക്തയോട്ടം നിയന്ത്രിച്ച് ഹൃദയത്തിൽ നിന്നും അയോർട്ട വഴി എല്ലാ ശരീര അവയവങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഈ വാൽവ് സാധാരണഗതിയിൽ ഒരേ ദിശയിൽ മാത്രം ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് അയോർട്ടയിലേക്ക് രക്തയോട്ടം സുഗമമാക്കുന്നു. ചില കാരണങ്ങൾ കൊണ്ട് ഈ വാൽവിന് ചുരുക്കം വരുന്നു, രക്തയോട്ടം തടസ്സപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഇതിനെ നമ്മൾ അയോർട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയും. മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഈ വാൽവിന് ലീക്ക് ഉണ്ടാകുന്നു. ഇതിനെ നമ്മൾ അയോർട്ടിക് റീഗർജിറ്റേഷൻ എന്ന് പറയും. ഈ അസുഖങ്ങൾ മൂർച്ഛിക്കുമ്പോൾ, അതായത് ചുരുക്കം സിവിയർ ആകുമ്പോൾ അല്ലെങ്കിൽ ഈ ലീക്ക് സിവിയർ ആകുമ്പോൾ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ വരെ ബാധിക്കുന്നു, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇടത് സൈഡിലെ ഈ അയോർട്ടിക് വാൽവിൽ ചുരുക്കം ഉണ്ടാവുന്നതിനെ അയോർട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുന്നു. ഇത് കാരണമുള്ള രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ഈ അസുഖം മൂർച്ഛിച്ച് സിവിയർ ആകുന്നത് വഴി പലപ്പോഴും യാതൊരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. പൊതുവിൽ കിതപ്പ്, നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസമുട്ടൽ, കൂടുതൽ ദൂരം നടക്കാൻ പറ്റുന്നില്ല, ശ്വാസമുട്ടുണ്ടാകുന്നു, നെഞ്ചുവേദന, നടക്കുമ്പോഴോ ഒന്ന് ആയാസപ്പെടുമ്പോഴോ ഉണ്ടാകുന്ന നെഞ്ചുവേദന, അതുപോലെ ചില ആൾക്കാരിൽ തലകറക്കമോ കുഴഞ്ഞു വീഴുകയോ ചെയ്യുക. ഇത് മൂന്നുമാണ് ഈ വാൽവ് ചുരുക്കത്തിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ രോഗം വളരെ മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കും. അപ്പോൾ പിന്നെ അധികം വൈകാതെ തന്നെ ഈ വാൽവിൻ്റെ ചുരുക്കം മാറ്റേണ്ടതായിട്ട് വരും. മറ്റു ചിലരിൽ ചെറുതായിട്ട് കാണുന്ന കിതപ്പുണ്ടാകുന്നു, ഒരു എക്കോയോ മറ്റോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു ശബ്ദ വ്യതിയാനം കാണുന്നു. അങ്ങനെ എക്കോ ചെയ്തിട്ട് കൺഫേം ചെയ്യുന്നു അയോർട്ടിക് സ്റ്റീനോസിസ് ആണ്. പലപ്പോഴും രോഗലക്ഷണം ഇല്ലാതെ മറ്റൊരു കാര്യത്തിന് എക്കോ ചെയ്യുമ്പോഴോ ECG എടുക്കുമ്പോഴോ ആണ് ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, രോഗലക്ഷണം ഇല്ലെങ്കിൽ പോലും രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് വാൽവ് മാറ്റിവെക്കുന്നതാണ് നല്ലത്. അവിടെയാണ് ഒരു വ്യത്യാസം. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ അസുഖം വന്നാൽ ചികിത്സ എന്ന് പറയുന്നത് വാൽവ് ഓപ്പറേഷനിലൂടെ മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ രോഗം കൂടുതലായിട്ട് കാണുന്നത് പ്രായമുള്ളവരിൽ, 60-70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് ഈ രോഗലക്ഷണം, ഈ രോഗവും കൂടുതലായിട്ട് കാണുന്നത്. പണ്ടാണ് അങ്ങനെയുള്ളവർക്ക് നമ്മുടെ നെഞ്ച് കയറി ഒരു മേജർ ഓപ്പറേഷൻ ചെയ്യുക, വാൽവ് മാറ്റിവെച്ച് വേറൊരു വാൽവ് വയ്ക്കുക, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ചികിത്സ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഈ രോഗം പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അങ്ങനെ ഓപ്പറേഷൻ ഇല്ലാതെ വാൽവ് മാറ്റിവെക്കുന്ന ചികിത്സയാണ് ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ, അഥവാ TAVI അഥവാ ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് എന്ന് നമ്മൾ പറയുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെയോ മറ്റോ അവതരിപ്പിക്കുകയല്ല ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നത്. മറിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മെഡിക്കൽ ഇൻഫർമേഷൻ നൽകുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഈ TAVI ചികിത്സയിൽ അഥവാ TAVRൽ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി മറ്റും ചെയ്യുന്ന ലാഘവത്തോടുകൂടി ഹൃദയത്തിലെ ഇടത് സൈഡിലെ പ്രധാന വാൽവ് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിവെച്ച് രോഗിക്ക് 2-3 ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടാം. ഒരു ചെറിയ ജനറൽ അനസ്തീഷ്യ 1-2 മണിക്കൂർ കാലിൽ കൂടെ ട്യൂബിടുന്നു. ഈ ട്യൂബിൽ കൂടെ പോയിട്ട് അവിടെ ചുരുങ്ങിയിരിക്കുന്ന വാൽവിനെ പലപ്പോഴും ബലൂൺ വെച്ചിട്ട് ക്രഷ് ചെയ്യുന്നു. അതിനുശേഷം ഒരു കത്തീറ്ററിനുള്ളിലൂടെ ഈ വാൽവിനെ, അതായത് പുതിയ വെക്കാൻ ഉദ്ദേശിക്കുന്ന വാൽവിനെ കൊണ്ടുപോയി കാത്ത് ലാബിൽ ഫ്ലൂറോസ്കോപ്പി മെഷീനിന് സഹായത്തോടു കൂടി ആ വാൽവ്, പുതിയ വാൽവിനെ അവിടെ വെച്ച് ബ്ലോക്കുള്ള വാൽവ് മാറ്റിവെക്കും. ഇതിനെയാണ് TAVI എന്ന് പറയുന്നത്. അന്ന് രോഗിയെ പലപ്പോഴും ICUയിലോ മറ്റും നിരീക്ഷിക്കുന്നു. അടുത്ത ദിവസമോ അതിനടുത്ത ദിവസമോ രോഗിക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കും, നടന്നു തന്നെ വീട്ടിലേക്ക് പോകാൻ സാധിക്കും. അതായത് മൊത്തത്തിൽ ഒരു 3 ദിവസം കൊണ്ട്, അതിനിടയ്ക്കുള്ള ഒരു 1 മണിക്കൂറോ 1-2 മണിക്കൂർ കൊണ്ട് ഹൃദയത്തിലെ ഒരു പ്രധാനപ്പെട്ട വാൽവ് മാറ്റിവെച്ചിട്ട് രോഗിക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇതാണ് TAVI ചികിത്സയിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ,
പണ്ടൊക്കെ മണിക്കൂറുകൾ എടുത്ത് ചെയ്യുന്ന വാൽവിൻ്റെ ഓപ്പറേഷൻ ഇല്ലാതെ ഒരു കാർഡിയോളജിസ്റ്റിന് മാറ്റിവെക്കാൻ സാധിക്കും. ഇതാണ് ടാബി ചികിത്സയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഒരു ഷോർട്ട് അനസ്തീഷ്യ മതി. പലപ്പോഴും ഇപ്പോൾ അനസ്തീഷ്യ ഇല്ലാതെ രോഗിക്ക് ഉറങ്ങാനുള്ള ചെറിയ മരുന്ന് കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. രണ്ടെന്ന് പറയുന്നത് നെഞ്ചിൽ ഒരു ഓപ്പറേഷൻ്റെ പാടമൊന്നും വരുന്നില്ല. കാലിലൂടെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ ഒരു ട്യൂബ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രൊസീജിയറിന് ശേഷം ആ ട്യൂബ് മാറ്റുന്നു, കാലിൽ ഒരു ചെറിയ മുറിവ് അതങ്ങ് ഉണങ്ങുന്നു. മൂന്നെന്ന് പറയുന്നത് അധിക ദിവസം ആശുപത്രി വാസം ആവശ്യമില്ല. 3 ദിവസത്തിനുള്ളിൽ 2-3 ദിവസത്തിനുള്ളിൽ രോഗിക്ക് ആശുപത്രി വിടാൻ സാധിക്കുന്നു. ഒരു 3-4 ദിവസത്തിന് ശേഷം രോഗിക്ക് പഴയ പോലെ ലൈഫ് സ്റ്റൈൽ ജീവിത രീതിയിലോട്ട് തിരിച്ചു പോകാൻ സാധിക്കും. മൂന്നെന്ന് പറയുന്നത് ഇത്തരം വാൽവില് സാധാരണ രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള വാർഫാരൻ മുതലായ ഗുളികകളുടെ ആവശ്യമില്ല. ആസ്പിരിൻ പോലത്തെ ഗുളികയോ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രൽ പോലുള്ള ഗുളികയോ മാത്രം മതിയാകും. പിന്നെ പൊതുവിൽ ഈ ചികിത്സ പ്രായമുള്ളവരിലാണ് നിർദ്ദേശിക്കാറുള്ളത്. കാരണം ഈ അസുഖം കൂടുതൽ വരുന്നത് 50-60 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. ഇത്തരം വാൽവുകളുടെ പരീക്ഷണങ്ങളെല്ലാം കൂടുതൽ ചെയ്തിട്ടുള്ളത് 50-60 വയസ്സിന് മുകളിലുള്ള അയോർട്ടിക് സ്റ്റീനോസിസ് രോഗമുള്ള ആൾക്കാരിലാണ്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഈ വാൽവ് ഇട്ടിട്ടുണ്ട്, പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വാൽവിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അതായത് പലപ്പോഴും ഈ വാൽവ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷനിലൂടെ ചെയ്യുന്ന വാൽവിനേക്കാളും തന്നെ നല്ല പ്രവർത്തനമാണ് എക്കോയും മറ്റും ചെയ്യുമ്പോൾ ഈ ടാബിയിലൂടെ വയ്ക്കുന്ന വാൽവിന് ലഭിക്കുന്നത് എന്നിവിടെ അറിഞ്ഞിരിക്കണം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, ഈ ചികിത്സയുടെ ചിലവ് ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിലവിലുള്ള ഒരു ചെറിയ ന്യൂനത. അപ്പം തീർച്ചയായിട്ടും ഹാർട്ടിൻ്റെ വാൽവിന് രോഗമുള്ളവർ, അയോർട്ടിക് സ്റ്റീനോസിസ് രോഗമുള്ളവർ ഓപ്പറേഷനെ പേടിക്കേണ്ട കാര്യമില്ല. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ വാൽവ് മാറ്റിവെക്കാൻ സാധിക്കും. ടാബി എന്നുള്ള നൂതനമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയിലൂടെ. ഈ ടാബി ചികിത്സ നിലവിൽ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ പ്രായമുള്ള ആൾക്കാരിലാണ് സാധാരണ നിർദ്ദേശിക്കാറുള്ളത്. 2, ഒരു ഓപ്പറേഷൻ്റെ മറ്റ് കോംപ്ലിക്കേഷൻസോ വിഷയങ്ങളോ ഇതിൽ ഇല്ല. പക്ഷേ ചിലവ് മാത്രം കുറച്ച് കൂടുതലാണെന്ന് അറിയിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ ലിങ്കും ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. സംശയങ്ങൾ മറ്റും ഈ ലിങ്കിലേക്കോ അല്ലെങ്കിൽ ഇമെയിലിലേക്കോ അയയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.